ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചാർമാടി ചുരത്തിൽ വെച്ചിട്ട് നമ്മുടെ യാത്രാ വ്ലോഗ് നിർത്തിയതാണ്. അപ്പൊ നമുക്ക് പാർട്ട് 2 ഇവിടുന്ന് തന്നെ തുടങ്ങാം. വെൽക്കം ടു അവർ ട്രാവൽ വ്ലോഗ്. ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലോട്ട് യാത്ര. കിലോമീറ്ററുകളോളം ചുരം കയറി നമ്മൾ ഒരു വ്യൂ പോയിന്റ് എത്തുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ടും ഐസ്ക്രീം ആയിട്ടും ഒക്കെ കഴിക്കാനുണ്ടായിരുന്നു. അവിടുന്ന് നമ്മളിതാ പൈനാപ്പിളും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് കർണാടക ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ ചിക്കമംഗ്ലൂർ ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് നമുക്കൊരു കുളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്പലക്കുളം, നല്ല ഭംഗിയുള്ള അമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുള്ള ഒരു കുളം. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടുണ്ട്. അവിടെയുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പ് യൂസ് ചെയ്യാതെ കയറണം എന്ന്. അപ്പോൾ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യാതെ കയറിയിട്ട് അവിടെ കുറച്ച് നേരം കാറ്റും കൊണ്ട് ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആണ്. അവിടുന്ന് നമ്മൾ പിന്നെ വിട്ടിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന സമയത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കമംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ചിക്കമംഗ്ലൂർ ടൗൺ. ചിക്കമംഗ്ലൂർ അല്ല, ചിക്കമംഗളൂരു എന്നാണ് ശരിക്കും പേര്. ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും പറയുമ്പം ചിക്കമംഗളൂരു എന്നാണ് പറയുന്നത്. കന്നഡയിൽ ശരിക്കും ചിക്കമംഗളൂരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മകളുടെ നാട് എന്നാണ് കേട്ടോ അർത്ഥം. ആ പേര് എങ്ങനെ വന്നതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ചിക്കമംഗളൂരു ടൗണിൽ നിന്നും ജാവഗൽ ദർഗ ലക്ഷ്യമാക്കിയിട്ട് പോകുന്ന വഴിക്ക് നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ജമന്തി കൃഷി കാണാൻ പറ്റി. അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ നല്ലവരായ പാവം പിടിച്ച മനുഷ്യന്മാരെ കാണാൻ പറ്റി. നമ്മളവിടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ അക്കയും ആ അണ്ണനും നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. എനിക്ക് കുറേ ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അണ്ണ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ ഫ്ലവേഴ്സ് കൊണ്ടുപോയിട്ട് ആ ഹസ്ബൻഡിന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡ് അത് കാറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജാവഗൽ ലക്ഷ്യമാക്കിയിട്ട് വീണ്ടും യാത്ര തിരിക്കുന്ന സമയത്ത് അതിലും മനോഹരമായ ഒരു പ്ലേസ് കണ്ടു. കുറേ ആടുകൾ, ആയിരക്കണക്കിന് ആടുകളും അതുപോലെ തന്നെ ഒരു നദി പോലെ വലിയൊരു പുഴ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അവിടെ നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കാരണം അവിടെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, പോരാത്തതിന് നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അതിമനോഹരമായ വഴിയിലൂടെ ജാവഗൽ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ജാവഗൽ ദർഗയിൽ എത്തിയിട്ടുണ്ട്. ചിക്കമംഗളൂരിലെ ഒരു ഫേമസ് ദർഗയാണ് കേട്ടോ ജാവഗൽ ദർഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളും എന്തായാലും അതുവഴി വന്നതുകൊണ്ട് തന്നെ ഒന്ന് കയറിയിട്ട് സിയാറത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ സമൂസ മേക്കർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആളുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യണേ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വന്നിട്ടുള്ളത് ടിപ്റ്റൂർ എന്ന് പറയുന്ന നാട്ടിലാണ്. അവിടെ നമ്മുടെ ഒരു റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ടിപ്റ്റൂർ മാർക്കറ്റ്. ഇവിടുന്ന് നമ്മൾ ബാംഗ്ലൂരിലോട്ടാണ് കേട്ടോ നേരെ വിടുന്നത്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂരിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.